ശക്തമായ മഴയിൽ കടലിൽ പോകാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് തലശ്ശേരി മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ. 10 ദിവസത്തോളമായി ഉപജീവന മാർഗമില്ലാതായതോടെ തീർത്തും പ്രതിസന്ധിയിലാണ് മത്സ്യത്തൊഴിലാളികളും അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളും. പ്രതികൂല കാലാവസ്ഥാ മുന്നറിയിപ്പ് ലഭിച്ചതിനാൽ കഴിഞ്ഞ 10 ദിവസത്തിലേറെയായി തലശ്ശേരി മേഖലയിൽ ബോട്ടുകളും ചെറിയ യാനങ്ങളും കടലിലേക്ക് ഇറക്കിയിട്ട് പതിവിലും നേരത്തെ എത്തിയ കാലവർഷവും ന്യൂനമർദ്ദവും കാരണം കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. കടലിലേക്ക് ഇറങ്ങാൻ സാധിക്കാതായതോടെ മത്സ്യത്തൊഴിലാളികളുടെ വരുമാനവും നിലച്ചു. മത്സ്യബന്ധന മേഖലയെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന പല തൊഴിലാളികളുടെയും കുടുംബത്തിന്റെ സാമ്പത്തിക നിലയും താളം തെറ്റി. പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ കുട്ടികളുടെ സ്കൂൾ ചിലവും കുടുംബത്തിന്റെ നിത്യചിലവുമെല്ലാം ഇവർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിരിക്കുകയാണ്. ഈ ദുരവസ്ഥയിൽ പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ലഭ്യമാകുന്നില്ലെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. വായ്പയെടുത്തും സ്വർണം പണയപ്പെടുത്തിയുമാണ് നിലവിൽ നിത്യചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഈ അവസ്ഥയിൽ ഒരാഴ്ചയായില്ലേ, ഒരു പണിയില്ല, പൈസയില്ല. ഈ മത്സ്യത്തൊഴിലാളികൾ എന്താ ചെയ്യുക? അവർക്ക് ഗവൺമെൻറ് എന്തെങ്കിലും കൊടുക്കുന്നില്ല. ഗവൺമെൻറ് തരുന്നില്ലല്ലോ നമുക്ക്. അപ്പോൾ ഗവൺമെൻറ് തന്നിട്ട് വേണ്ടേ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഗവൺമെൻറ് ആ ഒരു ഒന്നും തരുന്നുമില്ല. ഇപ്പം നമ്മളാണേലോ ഇതാ കടമ മേടിച്ചിട്ടും സാമാന്യ മോശമില്ലാണ്ട് എല്ലാവരും ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ പണിയില്ലാത്തതിൻ്റെ ഒരു ഇതല്ലേ ഉള്ളൂ നമുക്ക്. അപ്പോൾ പണി കിട്ടുന്ന സമയത്ത് നമുക്കത് വേണ്ടേ? അപ്പോൾ ചെയ്യേണ്ട പണി എന്താ? ഗവൺമെൻറ് ആദ്യം നമ്മളെ സംരക്ഷിക്കുക. പണിയില്ലാണ്ടാകുമ്പോൾ ഗവൺമെൻറ് നമ്മളെ സംരക്ഷിക്കാനുള്ളൊരു ചുമതല ഗവൺമെൻറ് വേണ്ടേ? നമ്മളവർക്ക് വേണ്ടെല്ലാം ചെയ്തു കൊടുക്കുന്നില്ല. എന്ത് അവിടെ വിശ്വസിച്ച് പൈസ അടക്കണമെന്നുള്ള അത് അടക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ലേ? ഇപ്പം 10 ദിവസമായി കെട്ടി കിടക്കുന്നു, ആരും പോറില്ല. ഒരു കുട്ടിയും പോകുന്നില്ല. വളരെ കഷ്ടത്തിലുള്ള മത്സ്യത്തൊഴിലാളി എന്ന് പറയുന്ന സമുദായം തന്നെ ഇങ്ങനെ കഷ്ടത്തിലാണ്. ആ മേഖല തന്നെ നശിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പം കുട്ടികളും ഇല്ല. ഇനിയുള്ള കുട്ടികൾ തലമുറ ഇനി കടലിലേക്ക് പോകാനുള്ള ആഗ്രഹമില്ല. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല, കിട്ടുകയില്ല. ഒരു സർക്കാർ വെച്ചിട്ട് ഇതുവരെ കടൽ പണിക്കാരൻ്റെ ഒരു സഹായം കിട്ടിയിട്ടുമില്ല, ഇനി കിട്ടാൻ പോകുന്നുമില്ല. അടച്ച പൈസൻ്റെ പെൻഷനും കിട്ടിയിട്ടില്ല. 4 മാസം പെൻഷനും ബാക്കിയുണ്ട്. ക്ഷേമനിധിൻ്റെ പൈസ അടക്കുന്നത് 500 വെച്ചിട്ട് ആ പൈസ ഇപ്പം കിട്ടിയിട്ടില്ല നിലവിൽ. ഇത് കിട്ടാന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും നാശനഷ്ടം വന്നു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കൈമലത്തും നമ്മൾ അനുഭവിച്ചോളാം. തദ്ദേശീയരായ തൊഴിലാളികൾക്കു പുറമെ മത്സ്യബന്ധന മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജീവിതവും ദുരിതപൂർണമാണ്. ജൂൺ 9-ന് ട്രോളിംഗ് നിരോധനം കൂടി ആരംഭിക്കുന്നതോടെ ജീവിതം പൂർണ്ണമായും ദുരിതപൂർണമാകുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ. നിലവിലെ ദുരവസ്ഥ കണ്ടെങ്കിലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അടിയന്തര സഹായങ്ങൾ ലഭ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.